ഹായ് നമസ്കാരം. ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുണ്ടല്ലോ ഇത് പത്തിരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അട ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. നമുക്ക് അട ഉണ്ടാക്കാം. നമ്മളിവിടെ തിളപ്പിച്ച വെള്ളം എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതിനകത്തേക്ക് ഒരു പകുതി പാക്കറ്റ് പൊടി എടുത്തിട്ടുണ്ട്, നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിവിടെ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമുക്ക് ഒരു തേങ്ങയുടെ പീരയാണ് വേണ്ടത്. നമുക്ക് തേങ്ങാപ്പീര ഇത് ചിരണ്ടി എടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പീര റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കണം. ശർക്കര ഉരുക്കാനുള്ള പരിപാടിയിലാണ്. കുറച്ച് ഏലക്കായും കുറച്ച് ജീരകവും നല്ല ജീരകപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിത് അതിനകത്തേക്ക് ശർക്കര നീരിലേക്ക്, അതായത് ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേ മാങ്ങ ചെത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി മാങ്ങയാണ് കേട്ടോ. സൂപ്പർ മാങ്ങ. അങ്ങനെ നമ്മൾ ശർക്കര നീര് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു തേങ്ങക്കുള്ളത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വാഴയില നല്ലതുപോലെ കഴുകി കീറിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കൂട്ടി വച്ചിരിക്കുന്ന പൊടി വെച്ച് കൊടുത്തിട്ട് നടുക്ക് വിളയിപ്പിച്ച ഈ തേങ്ങയുടെ മിശ്രിതം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാ അടയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ താഴെ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മീതയിൽ സ്റ്റീമർ വെച്ചിട്ടാണ് ഞാനിവിടെ അട ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഇവിടെ ഒരു 25 മിനിറ്റ് ആയപ്പോഴേക്ക് അടയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ വാഴയിലയുടെ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ കൈ കൊള്ളാതെയൊക്കെ എടുത്ത് നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ അട നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.